പക്ഷേ അനിൽ ബോസ് ഇപ്പോൾ കെ റെയിൽ വിജ്ഞാപനം പിൻവലിച്ചു. ഓക്കെ, കെ റെയിൽ എന്നുള്ളത് പ്രായോഗികമായിരുന്നില്ല, പരാജയമായിരുന്നു. ആ പരാജയത്തിന്റെ കൂടി പ്രതിഫലനമാണല്ലോ ഇലക്ഷനിൽ കണ്ടത്. അതുകൊണ്ടാണല്ലോ 105 സീറ്റിൽ ഇടത് മുന്നണി തോറ്റുപോയത്. 35 സീറ്റ് മാത്രമാണ് അവർക്കുള്ളത്. അത് ഇനിയിപ്പോൾ ഒന്നുകൂടി പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇനി എന്ത് ചെയ്യും എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ UDF-നെ സംബന്ധിച്ച് അതിവേഗ റെയിലോ അതിവേഗ റോഡോ ഒക്കെ സംബന്ധിച്ച് എന്താണ് UDF-ന് ചെയ്യാനുള്ളത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പരിസ്ഥിതിക്ക് ഒരു ആഘാതവും ഇല്ലാത്ത വിധത്തിൽ എങ്ങനെയാണ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതി നടപ്പാക്കുക? അതിനുള്ള എന്ത് വിഷനാണുള്ളത്? അല്ല, വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ ഈ കേരളയുമായി ബന്ധപ്പെട്ട 63,000 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പാരിസ്ഥിതിക ആഘാതമോ മറ്റു വിഷയങ്ങളോ ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളോ അവരെ ആശങ്കയിലാക്കുന്ന പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം ഉണ്ടാക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ പോയത്. അതായത് ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയാണ് ഈ പ്രൊപ്പഗണ്ടകൾ സൃഷ്ടിച്ചതും ഈ കലാപാന്തരീക്ഷം ഉണ്ടാക്കിയതും ഇത്രയും സമരം ആയിരക്കണക്കിന് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സമരങ്ങളിലേക്ക് ആളുകളെ തള്ളിവിട്ടതും നിരവധി കേസുകളിൽ അവരെ പ്രതിയാക്കിയതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ ഞങ്ങൾ പകരം വയ്ക്കുന്ന അതിവേഗ റെയിലെന്ന് പറയുന്ന പേരിൽ മാത്രമല്ല വ്യത്യാസം, പദ്ധതിയിലും വ്യത്യാസം ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് മാത്രം പറയാം. നിലവിലുള്ള റെയിൽവേ ലൈൻ ഉപയോഗിക്കാൻ കഴിയുന്ന പരമാവധി ഇടങ്ങളിൽ അത് ഉപയോഗിച്ചുകൊണ്ടാണ് വളരെ കൃത്യമായി ഞങ്ങളുടെ പാക്കേജ് വരുന്നത്, ഞങ്ങളുടെ പ്രോജക്റ്റ് വരുന്നത്, ഇതുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അനുബന്ധമായിട്ടുള്ള നിരവധിയായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ചെയ്യുന്ന സന്ദർഭത്തിൽ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടും ഇതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചും മനസ്സിലാക്കിയും തന്നെയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ഏകപക്ഷീയമായി കാളപറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ആ ഒരു സമീപനം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. പകരം അതിവേഗ റെയിൽ വേണം, അതിവേഗ റോഡ് വേണം, ഇതിനൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. എക്സ്പ്രസ് ഹൈവേയുടെ കാര്യം പ്രിയപ്പെട്ട സ്നേഹിതൻ ഷിബു ഇവിടെ സൂചിപ്പിച്ചു. അതിൻ്റെ അന്നൊക്കെ ഉന്നയിച്ച ആക്ഷേപങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ഒരു കന്നുകാലിയെയും കൊണ്ട് എങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോകും, ചീറിപ്പാഞ്ഞു അപകടമാവില്ലേ, പാവപ്പെട്ട ക്ഷീര അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും വരും. പക്ഷേ ഇതല്ല. ഇതിനെ അതിവേഗ റെയിലാണെങ്കിലും മറ്റേത് കാര്യമാണെങ്കിലും ഇപ്പോൾ ഈ ദേശീയപാതയുടെ കാര്യം പറഞ്ഞു. ദേശീയപാതയ്ക്ക് കല്ലിട്ടതിന് ദേശീയപാത വികസനം വൈകിപ്പോയത് എന്തുകൊണ്ടാണ് കേരളത്തിൽ? എന്തുകൊണ്ടാണ് വൈകിപ്പോയത്? കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളെപ്പോലെ സ്ഥലമില്ല, അവൈലബിളായി സ്ഥലം ലഭ്യമല്ലാത്ത ഒരു കൊച്ചു സംസ്ഥാനമാണ് കേരളം. അപ്പം നമുക്ക് 5 സെൻറ്റുകാർ, 10 സെൻറ്റുകാർ, 7 സെൻറ്റുകാർ, 20 സെൻറ്റുകാർ താമസിക്കുന്ന ഇടത്തേക്ക് അവർ വലിയ പാതാ വികസനം വരുമ്പോഴത്തേക്ക് ആളുകൾക്ക് ഭൂമി വിട്ടുകൊടുക്കാനില്ല. ഉള്ള ഭൂമി വിട്ടുകൊടുത്താൽ അവരെങ്ങോട്ട് പോകും? അപ്പോൾ അതിന് അർഹതപ്പെട്ട കോമ്പൻസേഷൻ കിട്ടണം, പ്രൈസ് വാല്യൂ കിട്ടണം. അത് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടാക്കിയതാണ് മാർക്കറ്റ് വാല്യൂ. നമ്മളിവിടെ സാധാരണ ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ മിനിമം തുക വെച്ച് ആധാരം ഇടുന്ന കീഴ്വഴക്കമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് വെച്ച് നമുക്കൊരു ഭൂമി വിട്ടുകൊടുക്കാൻ കഴിയും? ഒരു അംഗനവാടി കെട്ടിടം പണിയാൻ പോലും ഒരു സ്ഥലം വിട്ടുകൊടുക്കാൻ കഴിയുമോ? അങ്ങനെ വില്ലേജിൽ അല്ലെ രജിസ്ട്രേഷൻ ടൈമിൽ നമ്മൾ ആധാരത്തിൽ കാണിക്കുന്ന വില വെച്ചിട്ടാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? സർക്കാരിന് അങ്ങനെ ഭൂമി ഏറ്റെടുക്കാൻ കഴിയുമോ? അങ്ങനെ ആരെങ്കിലും വിട്ടുകൊടുക്കുമോ? പൊതുവിപണിയിൽ 10 ലക്ഷവും 15 ലക്ഷവും 20 ലക്ഷം കിട്ടാനുണ്ടെങ്കിൽ ആ ഭൂമി എങ്ങനെയാണ് 1 ലക്ഷത്തിനും 2 ലക്ഷത്തിനും വിട്ടുകൊടുക്കാൻ കഴിയുക? അപ്പം അതിന് പകരം പ്രപ്പോസൽ വേണം. അതാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വിഷൻ. ആ വിഷൻ്റെ അടിസ്ഥാനത്തിലാണ് പൊതുവിപണിയിൽ, അതായത് രജിസ്ട്രേഷൻ കാണിക്കുന്ന അല്ല, അവിടെ എന്താണോ പൊതുവിപണിയിൽ മാർക്കറ്റ് വാല്യൂ ഉള്ളത് അതനുസരിച്ച് കൊടുക്കും എന്ന് പറഞ്ഞതുകൊണ്ടാണ്, അർഹതപ്പെട്ട കോമ്പൻസേഷൻ കിട്ടിയതുകൊണ്ടാണ് ഈ ദേശീയപാത വികസനം നടക്കുന്നത്. അതിനുള്ള നിയമനിർമ്മാണം നടത്തിയതുകൊണ്ടാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം. ജനോപകാരപ്രദമായി ചെയ്യുന്നുവെന്ന് ബോധ്യപ്പെട്ടാൽ, അത് ജനങ്ങൾക്ക് ഭാവിയിൽ അവർക്ക് ആശങ്ക ഉണ്ടാകുന്ന ഒരു കാര്യമില്ലെന്ന് ബോധ്യപ്പെട്ടാൽ ജനങ്ങൾ സഹകരിക്കുന്നേ. ജനങ്ങൾ സഹകരിക്കും. അവരെ കബളിപ്പിക്കാൻ ശ്രമിക്കരുത്, അവരെ അടിച്ചമർത്താൻ ശ്രമിക്കരുത്. ഒരു കാര്യം കൂടി പക്ഷേ ഇവിടെ പിന്നെ സമരസമിതിക്ക് വേണ്ടി പ്രവർത്തിച്ചവരിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ച ഒരാളാണല്ലോ മിനി ചർച്ചയിലിരിക്കുന്നത്. അവരൊരു ആശങ്ക പങ്കുവച്ചു. ഈ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ പിൻവലിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത് പിൻവലിക്കുന്നതിനാവശ്യമായ നടപടികൾക്ക് ഉത്തരവിട്ടിട്ടുണ്ട്. അത് ഒറ്റയടിക്ക് രാവിലെ പിൻവലിക്കുമല്ലോ. കേസിൻ്റെ പൊസിഷൻ, ഏതൊക്കെ കേസുകൾ, ഏതൊക്കെ സ്റ്റേഷനിൽ ആരൊക്കെ പ്രതികൾ, അതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞു. ആ കേസ് പിൻവലിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ഞങ്ങൾ പോകും. സമരസമിതി ഉയർത്തുന്ന എല്ലാ വിഷയങ്ങളോടും ഞങ്ങൾ അനുഭാവപൂർവമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ സമരക്കാരെ കാണില്ല, ഞങ്ങൾ പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി, തിരുമുമ്പിൽ പിന്നെ അടിയാൻ കുടിയാൻ പോലെ നിൽക്കണം, ആ പണിക്കൊന്നും കിട്ടത്തില്ല. അങ്ങനെ ഒരു ശൈലി UDF സർക്കാരിനില്ല. മുഖ്യമന്ത്രിയാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും ജനങ്ങളുടെ ദാസന്മാർ എന്ന സമീപനത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകും. ഈ പറയുന്ന ഏത് വിഷയം ആണെങ്കിലും, ഏത് വികസന പ്രശ്നമാണെങ്കിലും, ക്ഷേമ വിഷയങ്ങളാണെങ്കിലും അതിലൊക്കെ വിശദമായ പഠനം നടത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകും. ശരി, ഓക്കെ. ഇനി